PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ അബ്ദുൽ വഹാബ് എംപിയും ജബീർ മേത്തർ എംപിയും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവന, അതിന് കിട്ടിയിട്ടുള്ള മറുപടിയുമാണ് ഇതിന് പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോ ഇതിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അപ്പോഴും ലീഗ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നിലപാട് കൂടി പറഞ്ഞു പോവാതിരിക്കാൻ പറ്റുമോ? കാരണം കുഴിയിൽ ചാടിയത് സത്യത്തിൽ ലീഗ് കൂടിയല്ലേ? ഒരു സംശയമില്ല, ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ലീഗിനാണ്. കാരണം ഈ കഴിഞ്ഞ തവണ VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായതാണ്. ആ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏറ്റവും മുന്നിൽ നിന്നത് മുസ്ലിം ലീഗാണ്. രണ്ടാമത്തേത് വെൽഫെയർ പാർട്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പൊ ഇത്തരം ആളുകളുടെയൊക്കെ വലിയ പ്രചരണങ്ങൾ കൊണ്ടാണ് ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായത്. അങ്ങനെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ കേരളത്തിൽ ആർക്കും ഭരണം കിട്ടുന്നതിന് എളുപ്പമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവർ അധികാരത്തിലേക്ക് വന്നത്. ആ അധികാരത്തിലേക്ക് കയറുമ്പോൾ നമ്മളിപ്പോ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, മുസ്ലിം ലീഗ് ജയിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ജയിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നം മുസ്ലിം ലീഗിനുണ്ട്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ BJPയുമായി കൈകോർത്തിരിക്കുന്നുവെന്നും അത് CJP ആയിരിക്കുമെന്നും പറയാൻ അവർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PM ശ്രീ. ആ PM ശ്രീ അടക്കം, അതുപോലെ വഖഫ് ബോർഡിലെ നിയമനമടക്കം, മറ്റ് നിരവധി തൃശ്ശൂർ പൂരം പോലുള്ള കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളിലും ഈ ഗവൺമെന്റ് മലക്കം മറിയണമെന്ന് പറയുന്ന തോന്നലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PM ശ്രീ. PM ശ്രീയുടെ കാര്യത്തിൽ ഇപ്പോ കാരണം ഏറ്റവും ഒടുവിൽ പോലും ഇപ്പൊ ഷംസുദ്ദീനാണ് ഇതിന്റെ ഉപസമിതിയുടെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾക്ക് PM ശ്രീ നടപ്പിലാക്കാൻ കഴിഞ്ഞല്ലോ, ഭഗവാനെ എത്രയും മഹാനാണ് അങ്ങെന്നാണ് K സുരേന്ദ്രൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒരു പ്രശ്നം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ട്, നിരവധി മുസ്ലിം സംഘടനകളിൽ നിന്നുണ്ട്, അവരുടെ ഏറ്റവും താഴേക്കിടയിലുള്ള അണികളിലുണ്ട്. കാരണം ഇത് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്ന, അതിനെ വേണമെങ്കിൽ ഒരുപക്ഷെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആ കാര്യം എന്താണ്? ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവര് RSSനെയും സംഘപരിവാറിനെയും ഭയക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ RSSനെയും സംഘപരിവാറിന്റെയും വിദ്യാഭ്യാസ അജണ്ടകളെ നേരെ ഇതിനകത്തു കൂടി PM ശ്രീ കൊണ്ടുവരാൻ അവർക്ക് നിർണായകമായ ശക്തിയുള്ള, അതായത് മുസ്ലിം ലീഗിന് നിർണായകമായ ശക്തിയുള്ള ഒരു ഗവൺമെന്റ് തന്നെ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അണികളോട് എന്ത് പറയും? കോട്ടെ സമസ്തയോട് എന്ത് പറയും? സതീശൻ പറയുന്ന പോലെ പറഞ്ഞിട്ട് ഇല്ല ഒരു ഗ്ലാസ് വെള്ളമാണ് ബുൾസയാണെന്ന് പറഞ്ഞേക്കാൻ പറയൂ? പഞ്ചാബ് വൈസി പറഞ്ഞ പോലെ സമസ്തയുടെ ആളുകളോട് പറയാൻ പറ്റും PM ശ്രീ നമുക്ക് വേറെ നിവൃത്തിയില്ല, നടപ്പാക്കേണ്ടി വരികയാണ്, അതിന് നിർബന്ധിതരായിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പഞ്ചാബ് എങ്ങനെ ഒഴിവായെന്ന് അവർ ചോദിക്കില്ലേ? അപ്പൊ അത്തരത്തിൽ ഒരു മുസ്ലിം ലീഗിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റിയെ അഡപടലം നിരാശരാക്കുന്ന ഒരു തീരുമാനമാണിത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഇത് പ്രതി ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഓരോ MLA മാരും സമ്മർദ്ദത്തിലാവുന്നുണ്ട്. ഈ MLA സമ്മർദ്ദത്തിലായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ PK നവാസ് എന്ന് പറയുന്ന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു MLA വന്നൊരു പ്രസ്താവന നടത്തി മുസ്ലിം ലീഗിലാണ്. ആ പ്രസ്താവന എന്തായാലും അറിയോ? ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തേക്കണത്, ഞങ്ങൾ ഈ സമിതിയെ നിയമിച്ചേക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ UDFന്റെ കൺവീനർ പറഞ്ഞേക്കണത് ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ്. അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞേക്കണത് ഇത് ഇന്നിപ്പോ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞേക്കണത് ഇത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മറ്റേ നിങ്ങൾ പറഞ്ഞേക്കണത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഇതൊരു മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നാണ്. ഇനിയിപ്പോ ലീഗ് എന്ത് ചെയ്താലാണ് ഇതിനെ, അതായത് ഇത് അണികളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് ലീഗ് ചെയ്യേണ്ട കാര്യമാണ്. ചെയ്തില്ലെങ്കിൽ ലീഗിനും പ്രശ്നമല്ലേ? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാലേ, ഇത് എന്ത് ചെയ്താലും ഇപ്പൊ വലിയ കഷ്ടത്തിലായി പോയി ഗവൺമെന്റ്. ഇപ്പൊ മുസ്ലിം ലീഗ് പറയുന്നു ഇത് സമ്മർദ്ദം ചെലുത്തിയാൽ ഉറപ്പായിട്ടും PM ശ്രീ നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ നടപ്പിലാക്കേണ്ടത് വെക്കേണ്ടി വരും. വരുമ്പോൾ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, സർവ്വശിക്ഷ അഭിയാൻ വഴി കിട്ടേണ്ട ഒരു 10,000 കോടി രൂപ എന്ത് ചെയ്യില്ല, 2,000 കോടി രൂപ എടുത്ത് പണം കിട്ടില്ല. അതൊക്കെ കുഴപ്പമില്ല, പോട്ടെ നോക്കാം. രണ്ടാമത് ഏറ്റവും വലിയ പ്രശ്നമുണ്ട് പ്രജിത. ആ പ്രശ്നം എന്താണ്?
മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള ഷംസുദ്ദീനും അതിനേക്കാളൊക്കെ ഉപരി ഉം. മുസ്ലിം ലീഗ് തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ബി ഡി സച്ചിനും പറഞ്ഞൊരു കാര്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ നിൽക്കുകയാണ്. എന്താണ് പറഞ്ഞേക്കണത്? ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് ഒപ്പിട്ട് പോയി, പിണറായി സർക്കാർ ഗവൺമെന്റുകൾ തുടർച്ചയാണല്ലോ, ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ നിർബന്ധിതരായാണെന്ന് പറഞ്ഞു. ഇത് രണ്ടിലേതെങ്കിലും ഒന്നല്ലേ ശരിയാവും. അതെ. അതായത് ഇനി ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് വെച്ചാൽ ഉടനെ തന്നെ അപ്പൊ താൻ നേരത്തെ പറഞ്ഞത് നുണയായിരുന്നില്ല, ഇത് എന്ത് ചെയ്യേണ്ടി വരും? രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ ഇപ്പൊ പറ്റിയേക്കുന്ന പ്രശ്നം മുസ്ലിം ലീഗിന്റെ ഇമേജ് ഇടിഞ്ഞിരിക്കുന്നു. ആ ഇടിഞ്ഞിരിക്കുന്നത് വേണം എന്നുണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കണ്ടെന്ന് വെക്കണം. അങ്ങനെ നടപ്പിലാക്കണ്ടെന്ന് നോക്കുമ്പോൾ ആരുടെ ഇമേജ് ഇടിയും? മുസ്ലിം ലീഗിന്റെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശന്റെ ഇമേജ് ഇടി. രണ്ടാണെങ്കിലും പ്രശ്നം തന്നെ. ഇതാണ് ഓരോരോ കാര്യം അവധാനതയില്ലാതോടെ വായിട്ടടിച്ചാലുള്ള കുഴപ്പം. ഇതാണ് എനിക്കൊരു ചെറിയ സംശയം തോന്നിയതാണ്. ഇപ്പോ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണല്ലോ PM-ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ തുടർച്ചയാണ്, അതുകൊണ്ട് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് ഒരു സർക്കാർ ഒപ്പിട്ട ഒരു കാര്യത്തിൽ ഇനി തുടർ നടപടികൾ വേണ്ടി വരുമോ, അല്ലെങ്കിൽ അത് നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ അന്നേ പറയാനായിട്ട്? ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്ര ഗൗരവത്തിലൊന്നും ഇത് ആലോചിക്കണ്ട, വളരെ ലളിതമായി ചിന്തിച്ചാൽ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ വോട്ട് കിട്ടാനായിട്ട്, അതായത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ അധികാരത്തിൽ വരുള്ളൂ. അത് 2019 ഉണ്ടായി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായി. അതുകൊണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ ഞങ്ങൾക്ക് പരിപൂർണമായി ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടണമെന്ന് ഇവർ വിചാരിച്ചു. ആ കിട്ടണമെന്ന് വിചാരിച്ചു പല പല പദ്ധതികൾ ഇവർ ഓരോ നരേറ്റീവ്സ് ആയിട്ട് കൊണ്ടുവന്നു. അതായത് ADGP അജിത് കുമാർ ചെന്ന് ദത്താത്രേയ ഹൊസബളയെ കണ്ടത്, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം, ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവന്ന് നമുക്കടക്കം, എനിക്കടക്കം അതിനകത്ത് വലിയ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു ആ സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇടതുപക്ഷവും BJP തമ്മിൽ മുന്നണി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണ് PM-ശ്രീ എന്ത് ചെയ്തത്. അതായത് കൂട്ടത്തിലിരിക്കുന്ന CPI പോലും അറിയിക്കാതെ പോയി ഒപ്പിട്ടത്. അതൊക്കെ അവരങ്ങാട് ഉപയോഗിച്ചു. രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണ്. കാരണം ഇപ്പൊ കിട്ടുന്ന ഒരു കാര്യം വോട്ട് കിട്ടാൻ വേണ്ടി മറ്റേ മോഡിഫിക്കേഷൻ നമുക്ക് നടത്താന്ന് പറഞ്ഞൊരു അടി അടിക്കുന്നത് പോലെ ഈ വോട്ട് കൂടിയൊക്കെ പോരട്ടെ എന്ന് വെച്ചൊരു അടി അടിച്ചു. അതല്ലാതെ ഇത് ഉദ്ദേശിക്കുന്ന പോലെ ഇത് വിശദമായി പഠിച്ച് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നൊന്നുമില്ല ഇവര്. ഇവർക്ക് തന്നെ അറിയാതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. പിന്നെ ഇപ്പോഴും മുസ്ലിം ലീഗിനും ഇവരെ കോൺഗ്രസിനും ഒക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടപ്പിലാക്കിയെന്ന് വെച്ച് കുഴപ്പമില്ല, എന്തെങ്കിലും ചില്ലറ മേടിച്ച് ഗവൺമെന്റ് ഇങ്ങോട്ട് കിട്ടുള്ള കാശ് മേടിക്കാന്നാണ് ഇവരുടെ ചിന്താഗതി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവര് വിചാരിച്ചതുപോലെ 2-3 പത്രസമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഈ പ്രശ്നം അങ്ങനെ അങ്ങോട്ട് ശമിച്ചു പോകൂല എന്നിവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ ഇവരെന്ത് ചെയ്യണത്, ഈ അഭ്യാസമൊക്കെ ആയിട്ട് വന്നേക്കണം. അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗിനകത്ത് വിവരമുള്ള ആരുമില്ല, ഇത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ മുസ്ലിം ലീഗിനകത്ത് എന്തോരം പേര് വിവരവും വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാം കൃത്യമായിട്ട് നടപ്പിലാക്കിയ പ്രശ്നമാണെന്ന്. കാരണം മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും നിലപാടാണത്. ആ നിലപാട് മുസ്ലിം ലീഗ് പഠിച്ചിട്ട് എടുക്കണമായിരിക്കുമല്ലോ. NEP നടപ്പാക്കരുത്, NEP-യുടെ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ള PM-ശ്രീ നടപ്പാക്കരുത് എന്നുള്ളത് അവർ പഠിച്ചിട്ടെടുത്തേക്കുന്ന നിലപാടാണ്. പക്ഷെ ആ നിലപാടൊക്കെ കുറച്ച് വെള്ളം ചേർക്കാൻ ജനം ഇതൊന്നും മൈൻഡ് ചെയ്യില്ലെന്നേ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഇത് വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നമായി അവരുടെ കമ്മ്യൂണിറ്റിക്കകത്തും അവരുടെ സംഘടനകൾക്കകത്തും തന്നെ തലവേദനയായപ്പോഴാണ് ഇപ്പൊ ചെറിയൊരു അഭ്യാസമായിട്ട് എത്തിക്കണം. അങ്ങനെ പറ്റൂല, ഇത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നൊക്കെ പറയണം. ആ മുന്നണി മര്യാദയുടെ ലംഘനമാണെങ്കിൽ സതീശൻ പറയുമ്പോ തന്നെ പറയണ്ടേ ഇത് തീരുമാനിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്ത് തോന്നിയാസാണ് ഈ പറയണേന്ന് മന്ത്രിസഭയിൽ നിന്ന് ചോദിക്കണ്ടേ? മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ, ഷംസുദ്ദീനും ഉണ്ടല്ലോ, എല്ലാവരും ചോദിക്കട്ടെ. അപ്പൊ ഈ മന്ത്രിസഭ കഴിഞ്ഞ് താങ്കൾ ബ്രീഫിംഗ് നടത്തിയപ്പോ നമ്മൾ എടുക്കാത്ത തീരുമാനം താങ്കൾ തന്നെ ബ്രീഫിംഗ് നടത്തിയെന്ന് ചോദിക്കണ്ടേ? അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ പ്രതി ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് ഉത്തരം സിമ്പിളാണ്. ഇതിങ്ങനെ അങ്ങോട്ട് പോങ്ങി പൊക്കോട്ടെ, കുഴപ്പമില്ല, പഴയ ഇതാന്നുള്ളത്. പക്ഷെ പഴയ നിലപാടൊക്കെ എടുത്തു ആകെ തലവേദന പോട്ടെ. ഇപ്പൊ പഴയ പോലെയല്ല, ജനത്തിന്റെ അകത്ത് വലിയ പ്രശ്നം ഉണ്ടാവും. സംഘടനയുടെ ഉള്ളിൽ തന്നെ നിൽക്കാൻ പറ്റില്ല, MLA-മാർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് നോക്കാം. അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുന്നത്. അവര് പഠിച്ചെടുക്കുന്ന തീരുമാനം മാത്രമല്ല, ജനത്തിന്റെ ഭാഗത്ത് വലിയ രൂക്ഷമായ എതിർപ്പുണ്ടാവും എന്ന് പറയുമ്പോൾ അവര് പതുക്കെ എന്ത് ചെയ്യും. ഇപ്പൊ എങ്ങനെ നരേന്ദ്രമോദി പിന്മാറിയത്? മറ്റേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു പോണെങ്കിൽ പുള്ളിക്ക് സന്തോഷം ഉണ്ടായിട്ടാണ്.
പുള്ളിക്ക് മനസ്സിലായി. അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ കസേര ഇപ്പൊ വിട്ടാൽ എന്റെ കസേര സേഫാ. ഞാനിത് പിടിച്ചു വെച്ചോണ്ടിരുന്ന എന്നെയും കൂടി കൊണ്ട് എന്ത് ചെയ്യുള്ളൂ. ഉം. ഒരു ചരടിനകത്ത് തീയാണ്, മനസ്സിലായി, ഒരു കയറിനകത്ത് തീയാണ്. അപ്പൊ തീ ശരിക്കും പറഞ്ഞാൽ കയറ് ഇവിടെ വെച്ചങ്ങ് മുറിച്ച് കളഞ്ഞാൽ തീ എന്ത് ചെയ്ത് അവിടെ വെച്ച് നിന്ന്, അല്ലെങ്കിൽ അത് പടർന്ന് നേരെ എന്ത് ചെയ്യും, ഉം. എന്റെ നെഞ്ചത്തോട്ട് വരുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും എന്ത് ചെയ്യും. അതാണ് ഇതിന്റെ കാര്യം. പക്ഷെ ഇനിയും വരികയാണല്ലോ, ഇലക്ഷൻ ഇനിയും വരും. ജനം ഇത്രയും ക്രൂഷ്യലായ ഒരു വിഷയം മറന്നു പോകും സർ. ജനമൊക്കെ മറന്നു, പേടിക്കാനൊന്നുമില്ല. അണികളോ, ലീഗിന്റെ അണികളൊക്കെ ജനമൊക്കെ മറന്നു പോകും. പറഞ്ഞ വാക്കൊക്കെ മാറ്റി അപ്പോ പറയാം. അപ്പോഴും ലീഗ് പിന്നെ ഒരു ഇലക്ഷന് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ അണികൾ പ്രവർത്തിക്കണമല്ലോ. അല്ല, ലീഗിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. താങ്കൾ അറിയേണ്ടത് ലീഗിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ലീഗ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ അണികൾ അല്ലെങ്കിൽ തന്നെ ചോർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറയും ലീഗിന് ഇത്രയും വോട്ട് കിട്ടിയില്ലേ, വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചില്ലേ എന്നൊക്കെ. അതൊക്കെ ശരിയാണ്, അതൊക്കെ അവരുടെയും കൂടി സഹായം കൊണ്ട് ജയിച്ചേക്കണേ. പക്ഷേ ഈ ലീഗ് നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു നോക്കിയേക്കാണ്. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗ് പറയുന്നതാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് അവരെ ഏറ്റവും നന്നായി റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ഗുരുതരമായ കാര്യമാണ് ഇനി പറയാൻ പോണ. അതേസമയം ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും ഒക്കെ പറയുന്ന അഭിപ്രായത്തിന് ഈ മുസ്ലിം സാമാന്യ ജനത്തിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട. അതായത് അവരുടെയും കൂടി ഒരു അഭിപ്രായം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ലെവലിലേക്കുള്ള സ്വാധീന ശക്തി ആർക്ക് നഷ്ടപ്പെട്ടു? ലീഗിന് നഷ്ടപ്പെടുകയും ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും PFIക്കും ഒക്കെ അത് പതുക്കെ പതുക്കെ കൂടുകയാണ് ചെയ്തേക്കണം. അത് എന്ത് ചെയ്യും പ്രജിത? ഇപ്പൊ നാളെ മുസ്ലിം ലീഗിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് അവരൊന്നും പോയി RSSലോ BJPയിലോ ചെയ്തിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ഇതുപോലെയുള്ള പല സംഘടനകളും നോക്കും. അത് കൂടാതെ സമസ്ത പോലെയുള്ള മുസ്ലിം ലീഗിനകത്തുള്ള സംഘത്തിനകത്ത് 2 വിഭാഗങ്ങളുണ്ട്. അതിൽ മറ്റേ വിഭാഗത്തിന്റെ ശക്തി കൂടും. പണ്ടേ ഞാൻ പറഞ്ഞാലേ ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. ഇത് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ ഇരിക്കാതിരുന്നപ്പോ തന്നെ താങ്കൾ അറിയേണ്ടത്, മുസ്ലിം ലീഗിനകത്ത് തന്നെ ഇപ്പൊ നേരത്തെ സമസ്ത വന്ന് കുഞ്ഞാലിക്കുട്ടിയോട് പറയും, കുഞ്ഞാലിക്കുട്ടിയാണ് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ജഫ്രി പുത്തുക്കോയ തങ്ങളൊക്കെ തന്നെ അങ്ങനെ ആ പാലം അങ്ങോട്ട് കട്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് നേരിട്ട് പിണറായി വിജയനോട് സംസാരിക്കും, പിണറായി വിജയനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന കാര്യം വന്നു. അത് തന്നെ ഒരു ബലഹീനതയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ശക്തി അതുപോലെ കുറയും. അതാണ് മുസ്ലിം ലീഗ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം.